ടു ഷെർലീസ് മൈക്രോ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരാനും നിങ്ങൾ മടിക്കരുത്. ഇനി നമുക്ക് നേരിട്ട് എങ്ങനെയാണ് ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് 1 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു 4 സവാളയോളം ഉണ്ട്. ഇതൊരു 7-8 പീസ് വെളുത്തുള്ളിയാണ്. ഇതൊരു 2 പീസ് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു വലിയ തക്കാളി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഞണ്ടിലേക്ക് നമ്മൾക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞളാണ്. ഇത് മഞ്ഞൾ ഒരു 1.5 ടീസ്പൂണാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നീട് ഒരു 4 വെളുത്തുള്ളിയും ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റാക്കിയ ഒരു 1 ടേബിൾ സ്പൂണോളം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എരിവ് കുറയ്ക്കുകയും കൂട്ടുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി. കുരുമുളക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഈ ഞണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായ വെള്ളം കിട്ടും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട. ഞാൻ എന്നാലും ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ നമ്മുടെ ഞണ്ടിനെ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഏകദേശം അതെല്ലാം പൊട്ടി. കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി ഒരു പകുതി നന്നായിട്ട് വഴന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് നടുകെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും വഴറ്റാം. എന്തായാലും നോക്കാം. നോക്കൂ, ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്തത്. പക്ഷേ ഞണ്ടിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങിയിട്ട് അത് കുറച്ചും കൂടി വെള്ളം നമുക്കിപ്പോൾ ഇതിൽ കാണാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഞണ്ടിനെ നമ്മളുടെ ഏകദേശം റെഡിയായിരിക്കുന്ന നമ്മുടെ ഉള്ളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി വെക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് ഉള്ളിയുടെ കൂടെ ചേരണം. അതിനൊരു 2 to 3 മിനിറ്റ്സ് എടുക്കും. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഞാൻ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഉള്ളി വഴുന്നതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ മതി കേട്ടോ. ഈ ചാറങ്ങ് കുറുകി ഇതിൻ്റെ കൂടെ അങ്ങ് ആയിക്കോളും. ഇനി ഇതിൽ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ഇനി ചേർക്കാൻ ബാലൻസ് ഉള്ളൂ. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും അവസാനം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. അത് ഓപ്ഷണലാണ്, എന്നാലും ഞാൻ ചേർക്കാറുണ്ട്. കാരണം ഈ എരിയും
എല്ലാ ടേസ്റ്റിനെയും അതൊന്ന് ഈക്വലൈസ് ചെയ്യും. അപ്പോൾ ഞാനിതൊന്നും കൂടെ ഒന്ന് വഴറ്റുവാണ്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുവാണ്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർക്കുവാണ്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ക്രാബ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. കാരണം ഞാൻ ക്രാബ് കുക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് എല്ലാ ആവശ്യമുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ക്രാബ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റട്ടെ. നന്നായിട്ടില്ലേ? ഞാനിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുകി നല്ല അടിപൊളി ചാറാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയുമല്ല, ബെസ്റ്റ് ഓഫ് ബെസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.